പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ ഒരു ഭീകര രാഷ്ട്രമായി ചിത്രീകരിക്കാൻ കൃത്യമായി തന്നെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ ആ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി തന്നെ ഏർപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണോ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതെന്ന സംശയം തോന്നുന്ന ഒരു വിധത്തിലാണ് ഇപ്പോൾ അവിടെ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. 14-ലധികം ഭീകരവാദികളെ പാക് പട്ടാളം കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതെന്തിൻ്റെ ഒരു സന്ദേശമായിരിക്കും? പാകിസ്ഥാൻ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ആകെ നാറി നാണം കെട്ട് നിൽക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവർ ഒരു ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്, ടെററിസം ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു 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 ദുഷ്പേര് പാകിസ്ഥാന് പതിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലോകം മുഴുവനും പറയുന്നു എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട്, പക്ഷെ സൈന്യത്തിനൊരു രാജ്യമുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ് എന്ന ഒരു ആക്ഷേപം പാകിസ്ഥാന് നേരെ ഉയർന്നു കഴിഞ്ഞു വളരെ ശക്തമായി. ഇപ്പോൾ പഹൽഗാമിലെ കൂട്ടക്കൊലയും അതിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂരും ഒക്കെ വലിയ ചർച്ചയായി. ഇന്ത്യ ലോകരാജ്യങ്ങളെ അത് ബോധ്യപ്പെടുത്താനായിട്ട് പ്രതിനിധി സംഘങ്ങളെ അയച്ചു. എല്ലാ സ്ഥലത്തും നമുക്ക് നല്ല സ്വീകാര്യത കിട്ടി. കൃത്യമായിട്ട് തെളിവ് സഹിതം കാര്യങ്ങളെല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. വലിയ നയതന്ത്ര വിജയമാണ്. അതേസമയം പാകിസ്ഥാനും ഇതുപോലെ പ്രതിനിധി സംഘത്തെ അയച്ചു. ആ പ്രതിനിധി സംഘത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. UN-ലും മറ്റുമൊക്കെ പത്രസമ്മേളനത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകർ, അതായത് ഇൻ്റർനാഷണൽ ജേർണലുകളിൽ വർക്ക് ചെയ്യുന്ന, രാജ്യാന്തര അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ, പത്രപ്രവർത്തകർ പാകിസ്ഥാൻ സംഘത്തെ വലിച്ചു കീറി ഒട്ടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒരു മറുപടിയും പറയാനില്ലാതെ പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യ മന്ത്രി, സഹമന്ത്രിയായ ബിലാവൽ ഭൂട്ടോ പോലും ബിലാവൽ ഭൂട്ടോയുടെ വായടപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഈ മാധ്യമപ്രവർത്തകർ UN-ലും മറ്റുമൊക്കെ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ നാണക്കേട് മാറ്റാൻ കഴിയില്ല. മാത്രമല്ല പല വിദേശ രാജ്യങ്ങളുമായിട്ടും അവർക്ക് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചേ പറ്റും. കാരണം മുൻകാലങ്ങളിൽ നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണവും മണ്ണും നൽകുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ അറിയപ്പെടുമ്പോഴും അവർ ഉന്നയിക്കുന്നത് ഭീകരവാദത്തിൻ്റെ ഇരയാണ് നാം എന്നാണ്, അല്ലേ? അതെ, അത് ഈ ബലൂചിസ്ഥാനും അതുപോലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനും ഒക്കെ വെച്ചുകൊണ്ടാണ് അവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ലോകത്ത് മനസ്സിലായി, ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലായി ഈ പാകിസ്ഥാൻ വലിയ ശല്യമാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, യൂറോപ്പ് എടുത്തു നോക്കൂ. യൂറോപ്പിൽ ബ്രിട്ടനിലും ഫ്രാൻസിലും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ ആൾക്കാർ, പ്രത്യേകിച്ചും ഈ ലേബർ തസ്തികയിൽ ആ ജോലി എടുക്കാൻ വേണ്ടി, കൂലിപ്പണി എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാക്കുന്ന ശല്യം ചെറുതല്ല, വലിയ. കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനിടയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ നാശങ്ങളാണ് അവർ അവിടെ സൃഷ്ടിക്കുന്നത്. കൂട്ടം കൂടി അവർ ഒരുമിച്ച് താമസിച്ച് ഒരു വോട്ട് ബാങ്കായി, പിന്നെ പല പ്രധാന തസ്തികകളിലേക്കും അവർ വോട്ടെടുപ്പിൽ പങ്കെടുത്ത് ജയിച്ചു വരുന്നു. ജയിച്ചു വന്നതിന് ശേഷം അവിടെ ഈ പാകിസ്ഥാനികൾ അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ കൂട്ടം കൂട്ടമായി താമസിക്കുന്ന സ്ഥലത്ത് ശരീഅത്ത് നിയമം വേണമെന്ന് ആവശ്യപ്പെടുന്നു. മുസ്ലിം ആചാരം പിന്തുടരണം, അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിലേക്ക് പ്രക്ഷോഭത്തിനിറങ്ങുന്നു. വലിയ ക്രമസമാധാനം. നമുക്കറിയാലോ, പല ദൃശ്യങ്ങളും പ്രചരിക്കുന്നതുകൊണ്ട്. കാരണം അവരുടെ സംസ്കാരമുണ്ടല്ലോ, ഈ ചെറിയ വസ്ത്രങ്ങൾ ഇട്ട് പോകുന്നവരോട് ഈ മതം തലയ്ക്ക് പിടിച്ചിരുന്ന ഇതെന്താണ് ഡ്രസ്സ്, നിങ്ങൾ ഇസ്ലാം രീതിയിൽ ജീവിക്കൂ എന്ന് പറയുന്ന പല ദൃശ്യങ്ങളുമുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ സംസ്കാരം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ തന്നെ അവിടുത്തെ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിമാർ, MP-മാർ, അതിനുള്ള കമ്മിറ്റി, അവരൊക്കെ ലണ്ടനിൽ വലിയ രീതിയിൽ 12-14 വയസ്സുള്ള പെൺകുട്ടികൾ ഈ ഗ്യാങ് റേപ്പിന്, കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്നു. ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങളിൽ പെട്ട് ചെറുപ്പക്കാരോടൊപ്പം പോകുന്ന പെൺകുട്ടികൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്ന നിരവധി സംഭവങ്ങൾ അവർ ഉയർത്തി കാണിക്കുന്നു, തെളിവ് സഹിതം. അത് ഒരു ചെറിയ കാലയളവിനുള്ളിൽ സംഭവിച്ച 2000-ഓളം കേസുകളുടെ വിശദാംശങ്ങൾ അവിടെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം പാകിസ്ഥാന് നേരെ വലിയ ആക്ഷേപത്തിനും കുറ്റപ്പെടുത്തലിനും ഒക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇപ്പോഴുണ്ടായ ഈ ഓപ്പറേഷൻ സിന്ദൂരിലുണ്ടായ നാണക്കേട്, കാരണം ഇന്ത്യ കനത്തെ അടി കൊടുത്തിട്ടും പാകിസ്ഥാൻ ഒപ്പം നിൽക്കാൻ ആരും തയ്യാറായിട്ടില്ല. ചൈനയ്ക്ക് പോലും
പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരാൻ കഴിയുന്നില്ല. അത്രത്തോളം പാകിസ്ഥാൻ പിന്തള്ളപ്പെട്ട് കഴിഞ്ഞു, സമ്മർദ്ദത്തിലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിച്ചേ മതിയാവും. അതാണ് ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന വസീറിസ്ഥാനിൽ 14ലധികം ഭീകരരെ സേനയ്ക്ക് വധിക്കേണ്ടി വന്നത്. അത് ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ അതിനെ കരുതാൻ കഴിയുള്ളൂ. അല്ലാതെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനമാണ്, ഭീകരതയ്ക്കെതിരെ ആത്മാർത്ഥവും സത്യസന്ധവുമായ ഒരു നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മദ്രസ വിദ്യാഭ്യാസത്തിനും അതിലൂടെ ഭീകര പരിശീലനത്തിന് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതിയും ഒക്കെ അവർ അവസാനിപ്പിക്കണം. അങ്ങനെയല്ല, മറിച്ച് അതെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അപ്പോൾ ഈ ആക്രമണത്തിൽ ഇന്ത്യ തകർത്ത് കളഞ്ഞ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനാണ് ഇപ്പോൾ അവർ ഫണ്ട് ആദ്യമായിട്ട് നീക്കി വച്ചിരിക്കുന്നത്. അവിടുത്തെ പട്ടിണിയും പരിവട്ടവും ഒന്നും അവർക്ക് വിഷയമല്ല. ഭക്ഷണമില്ല, മരുന്നില്ല, വെളിച്ചമില്ല, വെള്ളമില്ല, ഇതൊന്നുമല്ല വിഷയം. എത്രയും പെട്ടെന്ന് ഈ തകർത്ത ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കണം, പുനർനിർമ്മിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പാക് ഗവൺമെൻറ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്, സൈന്യം രംഗത്തുള്ളത്. അപ്പോൾ ഇങ്ങനെയെല്ലാം നടക്കുന്ന പാകിസ്ഥാന് ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഭീകരതയ്ക്കെതിരെ നിലപാടെടുക്കുന്നവരാണ് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തണം. അതിന് വേണ്ടുന്ന ചില പൊടിക്കൈകളാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ കൂടെ അവർ നടപ്പാക്കിയിരിക്കുന്നത്. 14ലധികം ഭീകരരെ വധിച്ചു എന്ന് പറയുന്നത്. അതിൽ എത്ര പേർ വധിക്കപ്പെട്ടു എന്നൊക്കെ ഉള്ളതിൻ്റെ കൃത്യമായ വിവരക്കണക്കുകൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ 5 പേരെ കൊന്നിട്ട് 50 പേരെ കൊന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ തകർത്ത ഭീകരവാദ താവളങ്ങളുണ്ടല്ലോ, അതെല്ലാം നിർമ്മിച്ചു കൊടുക്കാനായി പണം അനുവദിക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പാകിസ്ഥാൻ സർക്കാരും പാക് ആർമിയും പാക് സേനയും ഒക്കെ അവരുടെ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത്, പ്രാഥമിക കർത്തവ്യം എന്ന് പറയുന്നത് ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുക, പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതില്ലാതെ പാകിസ്ഥാന് ജീവിക്കാൻ സാധിക്കില്ല. അവരുടെ ജീവവായു, പ്രാണവായു എന്ന് പറയുന്നത് ഈ ഇന്ത്യ വിരോധമാണ്. ആ ഇന്ത്യ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ പ്രാവർത്തികമാക്കാൻ വേണ്ടുന്ന ഒരു നിഴൽ സൈന്യം, അത് തന്നെയാണ് ഈ ഭീകരർ അവിടെ. പക്ഷേ ഒരേ സമയം അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വെല്ലുവിളിയുണ്ട്, ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ട്, ഇറാനുമായിട്ടുള്ള അതിർത്തി അത്ര സുരക്ഷിതമല്ല. അവിടെയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഒന്ന് മറച്ചു വെക്കാനും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇരകളാണ്, ഈ ഭീകരവാദികൾ ഞങ്ങളെയാണ് ആക്രമിക്കുന്നത്, ഞങ്ങൾ ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്നൊക്കെ ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തണം. ഇപ്പോഴിതാ ഈ അമേരിക്കയിൽ പോയി UN പ്രസംഗിച്ച അവരുടെ മുൻ വിദേശകാര്യ സഹമന്ത്രി ബിലാവൽ ഭൂട്ടോ, മുൻ പ്രധാനമന്ത്രി അന്തരിച്ച ബെനസീർ ഭൂട്ടോയുടെ മകൻ, ഈ ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഒരുമിക്കണം ഭീകരതയ്ക്കെതിരെ എന്നാണ് പറയുന്നത്. ഈ എന്തൊരു ബാലിശമായ ഒരു വാദമാണ്, അല്ലെങ്കിൽ ഒരു പറച്ചിലാണത്. നോക്കൂ, ഈ ഇന്ത്യയിലേക്ക് ഭീകരത കയറ്റുമതി ചെയ്യുന്ന, ലോകമെമ്പാടും ഭീകരത കയറ്റുമതി ചെയ്യുന്നത് പാക് ചാരസംഘടനയായ ISI ആണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനം നിർത്തിയാൽ ഇന്ത്യക്ക് പിന്നെ ഇന്റലിജൻസിന്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആ പാകിസ്ഥാൻ, ആ പാക് ചാരസംഘടനയായ ISI ആണ് ലോകത്താകമാനം ഭീകരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ പാക് ചാരസംഘടനയുമായിട്ട് ഇന്ത്യൻ ചാരസംഘടന ചേർന്ന് പ്രവർത്തിക്കണം, ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ചേർന്ന് പ്രവർത്തിക്കണം, അങ്ങനെ ഭീകരതയെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ബാലിശമായ പ്രസ്താവനയായിപ്പോയി അത്. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന് വേണ്ടുന്ന രാഷ്ട്രീയ കളികൾ മാത്രമാണ്. ആത്യന്തികമായിട്ട് ഈ ഇന്ത്യ വിരോധം ആളിക്കത്തിക്കാതെ അവർക്കവിടെ നിലനിൽപ്പില്ല. ആ രാഷ്ട്രത്തിൻ്റെ പിറവി തന്നെ അങ്ങനെയാണ്. ഒരു രാജ്യത്തിൻ്റെ സ്വത്വം അംഗീകരിക്കാതെ, അവരുടെ പാരമ്പര്യം അംഗീകരിക്കാതെ, ഞങ്ങൾ വേറെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ മണ്ണ് വേണം എന്ന് പറഞ്ഞ് വിട്ടുപോയവരാണ് പാകിസ്ഥാൻ. ഒരു കാലത്തും അവരുടെ ആ ഭീകരത, ഒരർത്ഥത്തിൽ അത് ഭീകരതയാണ്. ആ ഭീകരത ഒരു കാലത്തും അവർ അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ പറയുന്നത് പോലെ 14 ഭീകരരെ വധിച്ചു എന്നൊക്കെ അവകാശവാദം മുഴക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ഒരു കണ്ണിൽ പൊടിയിടലാണ്, തൽക്കാലത്തേക്കുള്ളൊരു രക്ഷപ്പെടൽ മാത്രമാണ്. അതിൻ്റെ പുറകിൽ മറ്റു പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്.